സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നവകേരളം പുതുവഴികൾ എന്ന് പറയുന്ന നവകേരളത്തിൻ്റെ നമ്മുടെ ജനകീയ സർക്കാരിൻ്റെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കണക്കുകൾ സംസാരിക്കട്ടെ, പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിൽ തുടരും ഈ മുന്നേറ്റം എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു ബുക്ക്ലെറ്റ് നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്നത്. ഇത് ഞാൻ നോക്കുമ്പോൾ കണക്കുകളൊക്കെ കൃത്യമായിട്ട് അവരിങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ പ്രതിമാസം 1000 രൂപ വീതം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഇത്ര കാലം കഴിഞ്ഞ 10 വർഷം ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിശദീകരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഇടയ്ക്കാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടത്, QR കോഡ്. ഇതെന്നാ സാധനം, ഇതിലേക്കൊന്ന് നോക്കിയാലോ എന്നൊരു തോന്നൽ. നമുക്കറിയില്ലല്ലോ ഇത് വെറുതെ കൊടുത്തതാണോ എന്ന് വലിയ പിടുത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അത് അറിയാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. വേറെ മൊബൈൽ എടുത്ത് ഇതാ തെളിഞ്ഞു വരുന്നു. ജനകീയ സർക്കാർ, ജനങ്ങളെ കേൾക്കാൻ ജനങ്ങളിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. നമുക്ക് പങ്കെടുക്കാനുള്ള ലിങ്കൊക്കെ അതിലുണ്ട്. പിന്നെ എന്തൊക്കെയാണത്, മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് ഇപ്പോൾ പങ്കെടുക്കുക, കേരളത്തിൻ്റെ ഭാവി നിങ്ങളെ പങ്കാളിത്തം, കേരളത്തിൻ്റെ വികസന ദിശ നിശ്ചയിക്കാൻ നിങ്ങളെ പങ്കാളിത്തം നിർണായകമാണ്, വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കൂ. മോനെ എന്നെ ആലോചിച്ച് നോക്കിയേ. പൊതുജനങ്ങൾക്ക് ഈ ഒരു ഗവേണൻസിൽ കൃത്യമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു ചെറിയ ഭാഗം അതിലുണ്ട്. നമുക്കിനി പുത്തനായിട്ട് വല്ല ആശയങ്ങളും നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അതിലുണ്ട്. നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് അതിലുണ്ട്. അറിയിപ്പുകൾ, സംസ്ഥാനത്ത് CRP ആദ്യമായി രൂപീകരിച്ച ഗ്രാമ ഫീച്ചേഴ്സുകൾ. എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ, അടിപൊളി കേട്ടോ, അടിപൊളി, ഒരു രക്ഷയില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നൊന്നര പ്രോഗ്രാം തന്നെയാണ് കേട്ടോ. ജനങ്ങൾ ആശയ വികസന നിർദ്ദേശങ്ങളും ശേഖരിച്ച് ഭാവി വികസനം നടപ്പിലാക്കുന്ന പഠന പരിപാടി. പ്രധാന ലിങ്കുകൾ, പരിപാടിയെക്കുറിച്ച്, ഭരണ സംവിധാനം, ബന്ധപ്പെടുക, ഫീഡ്ബാക്ക്, സഹായം, സൈറ്റ് മാപ്പ്. ഞാൻ ചുമ്മാ ഈ സൈറ്റ് മാപ്പ് ഒന്ന് ഓൺ ചെയ്തോട്ടെ. എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചെങ്കിൽ അത് മുഴുവൻ ഇതിലുണ്ട്. ഹോം, പുറകിലോട്ട് നമുക്ക് പോവാം. ഇനി ജനങ്ങളെ കേൾക്കാനുള്ള പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുക്കുക. അടിപൊളി, എന്താ സംഗതി ആലോചിച്ചോക്കെ. നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് തൊട്ടപ്പുറത്ത് നമ്മുടെ ഇന്നത്തെ ആശയം നാളത്തെ വികസിത കേരളം. കാര്യങ്ങളൊക്കെ നമുക്കതിൽ ഇങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ കേട്ടോ. ഗംഭീരം എന്നല്ല, വേറെ ഒന്നും പറയാനില്ല. വെൽ പ്ലാൻഡ്. ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് തൊട്ടപ്പുറത്ത് ഈ കോൺഗ്രസ്സുകാർ ഇപ്പോൾ സീറ്റിന് വേണ്ടി തല്ലുകൂടിക്കൊണ്ടിരിക്കുക. എന്നാലോചിച്ചേക്ക്. സുധാകരൻ ചേട്ടൻ ഫേസ്ബുക്കിലൊക്കെ എഴുതി കഴിഞ്ഞു, എനിക്ക് സീറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ ഫേസ്ബുക്കേ ഇല്ല എന്ന് ഇപ്പുറത്ത് VD സതീശൻ പറഞ്ഞും കഴിഞ്ഞു. എന്ത് ചെയ്യും? അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.